ഏവർക്കും വിർച്വൽ ടീച്ചിങ്ങിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആണ്, +1 +2 ഡിഗ്രി PG പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്? ഇപ്പൊ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷനാണ് പറയുന്നത്. ഡോക്യുമെന്റ് ഫ്രീ ട്രാൻസ്ഫറബിൾ ആയിരിക്കണം, അതോടൊപ്പം തന്നെ അതിനൊരു മോണിറ്ററി വാല്യൂ ഉണ്ടായിരിക്കണം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 സെക്ഷൻ 13 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ 1881 പാർലമെന്റിൽ ഈ ആക്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് നിലവിൽ വരുന്നത്, ഇത് നടപ്പിലാക്കുന്നത് 1882 മാർച്ച് 1 അപ്പൊ നമുക്കതിന്റെ ഡെഫിനിഷൻ ഒന്ന് പരിശോധിക്കാം. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്? അപ്പോൾ സെക്ഷൻ 13 പ്രകാരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്: എ പ്രോമിസറി നോട്ട്, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ചെക്ക് payable either to order or to bearer, whether the words order or bearer appears on the instrument or not. അപ്പൊ ഈ ഡെഫിനിഷനിൽ നിന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് വളരെ വ്യക്തമാണ്. പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, ഇവ മൂന്നുമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. എന്തുകൊണ്ടായിരിക്കും ഇവ മൂന്നും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് പരിഗണിക്കുന്നത്? തീർച്ചയായിട്ടും അതിലൊരു മോണിറ്ററി വാല്യൂ ഉണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയാലും പ്രോമിസറി നോട്ട് ആയാലും ചെക്ക് ആയാലും ഇവ മൂന്നിലും ഒരു മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ വെർത്ത് ഉണ്ട്. രണ്ടാമത്തെ കേസ് എന്താണ്? അത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ചെക്ക് ആയാലും പ്രോമിസറി നോട്ട് ആയാലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയാലും നമുക്കത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് നമുക്കതിനെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കാം. ഇനി ഡെഫിനിഷനിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ കാണുന്നുണ്ട്: ഓർഡർ എന്നും ബെയറർ എന്നും. അപ്പൊ എന്തായിരിക്കും ഈ ഓർഡർ ഓർ ബെയറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രണ്ട് ടേമാണ്, രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് ബെയറർ ഇൻസ്ട്രുമെന്റും ഓർഡർ ഇൻസ്ട്രുമെന്റും. ബെയറർ ഇൻസ്ട്രുമെന്റ്സ് ആർ ദോസ് ഇൻസ്ട്രുമെന്റ്സ് വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ട്രാൻസ്ഫർ ചെയ്താൽ മതി. അതിൽ എന്താണ്? എൻഡോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഓർഡർ ഇൻസ്ട്രുമെന്റ്. ഓർഡർ ഇൻസ്ട്രുമെന്റ്സ് ആർ ദോസ് ഇൻസ്ട്രുമെന്റ്സ് വിച്ച് നീഡ്സ് എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി. അപ്പൊ അതിൽ എൻഡോഴ്സ്മെന്റ് വേണം, അതിനകത്തൊരു സിഗ്നേച്ചർ ഓതറൈസേഷൻ വേണം. ആ സിഗ്നേച്ചർ ഇട്ട് ശേഷം മാത്രമേ ട്രാൻസ്ഫർ ചെയ്താൽ അത് വാലിഡ് ആവുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകളെയാണ് ഓർഡർ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ബെയറും ഓർഡറും തമ്മിലുള്ള ഒരു വ്യത്യാസം? ബെയറർ ഇൻസ്ട്രുമെന്റിൽ പേയുടെ പേര് കൊടുക്കത്തില്ല, എൻഡോഴ്സ്മെന്റിന്റെ ഭാഗം അവിടെ ബ്ലാങ്ക് ആയിരിക്കും. പക്ഷെ ഓർഡർ ഇൻസ്ട്രുമെന്റിലോ പേയുടെ പേര് അല്ലെങ്കിൽ എൻഡോഴ്സിയുടെ പേര് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എൻഡോഴ്സ്മെന്റിനെ കുറിച്ചും അതിന്റെ ഡിഫറെന്റ് ടൈപ്സിനെ കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻഡോഴ്സ്മെന്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം. ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഓർഡർ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പേയുടെ പേര് കൊടുക്കും. അതുമല്ലെങ്കിൽ പേയ് നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ഇപ്പൊ എ ബിക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ബി എന്ന് പറയുന്ന പേയ് പറയാണ് എനിക്ക് ക്യാഷ് എനിക്ക് തരേണ്ട സി എന്ന മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ അവിടെ ഒരു ഓർഡർ വരികയാണ്, ഒരു കമാൻഡ് വരികയാണ്. അപ്പൊ കൃത്യമായിട്ട് അത് അവിടെ കാണിച്ചിട്ടുണ്ടാവും. ആ ഇൻസ്ട്രുമെന്റ്, പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ്, ഇപ്പൊ ചെക്കിന്റെ കേസ് എടുത്തോ, ചെക്കില് ഓർഡർ ആണെങ്കിൽ ഓർഡർ, അല്ലെങ്കിൽ ബെയറർ ആണെങ്കിൽ ബെയറർ എന്ന് അവിടെ കാണിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകാം. ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ അല്ലെങ്കിൽ ഈസി ട്രാൻസ്ഫറബിൾ തന്നെയാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ മെയിൻ ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക ഇറ്റ് ഈസ് ഈസിലി ട്രാൻസ്ഫറബിൾ. അപ്പൊ നമുക്കറിയാം ബെയറർ ഇൻസ്ട്രുമെന്റും ഓർഡർ ഇൻസ്ട്രുമെന്റും കണ്ടു. ബെയറർ ഇൻസ്ട്രുമെന്റ് ചുമ്മാ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓർഡർ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അതിനകത്ത് ഒരു എൻഡോഴ്സ്മെന്റ്, വാലിഡ് ആയിട്ടുള്ള ഒരു എൻഡോഴ്സ്മെന്റും ആവശ്യമാണ്. അപ്പൊ ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ഇൻ റിട്ടൺ. അപ്പൊ ഈ ഡോക്യുമെന്റ് ഒക്കെ റിട്ടൺ ഫോർമാറ്റിലെ എഴുതി തയ്യാറാക്കിയിരിക്കണം. അപ്പൊ നമുക്കറിയാം ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഒക്കെ എന്താണ്? ഇറ്റ് മസ്റ്റ് ബി ഇൻ റിട്ടൺ. അപ്പോ ഓറൽ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ ഓറൽ കോൺട്രാക്ട്സ് ആർ നോട്ട് വാലിഡ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ്
ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടൺ ഫോർമാറ്റ്. അത് നമുക്ക് ഹാൻഡ് റിട്ടൺ ആയിരിക്കാം, അത് അല്ലെങ്കിൽ ടൈപ്ഡ് ആയിരിക്കാം, അത് അല്ലെങ്കിൽ പ്രിന്റഡ് ആയിരിക്കാം. ഏതും ആയിക്കോട്ടെ, ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടൺ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ടൈം ഓഫ് പേയ്മെന്റ് മസ്റ്റ് ബി സർട്ടൻ. അതായത് ഒരു ടൈം പീരീഡ് സെറ്റ് ചെയ്യാത്ത ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അതിനെ നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈം പീരീഡ് അവിടെ സെറ്റ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് പോയിന്റ് ആണ്, പേയ് മസ്റ്റ് ബി സർട്ടൻ. അപ്പൊ പേയ് എന്ന് പറയുന്ന വ്യക്തി അത് ഒരാളാവാം, ഒരുപാട് വ്യക്തികളാവാം. അതിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്, ഓക്കെ, കമ്പനീസ്, ബോഡി കോർപ്പറേറ്റ്, അസോസിയേഷൻ പേഴ്സൺസ്, എന്തോ ആവാം. അപ്പോ പേയ് സർട്ടൻ ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഇതല്ലാതെ ഒരുപാട് ഒട്ടനവധി ഫീച്ചേഴ്സ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് സ്റ്റാമ്പ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ടൊക്കെ ആണെങ്കിൽ പ്രോപ്പർലി സ്റ്റാമ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാണ്, ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് മേ ബി two types: negotiable by law or statute. Second one, negotiable by custom or usage. അപ്പൊ ഒന്നാമത്തത് നോക്കാം, നെഗോഷ്യബിൾ ബൈ ലോ ഓർ സ്റ്റാറ്റ്യൂട്ട്. അപ്പൊ നമ്മൾ നേരത്തെ പ്രതിപാദിച്ച പോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 സെക്ഷൻ 13 പ്രകാരമുള്ള പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, ഇവ മൂന്നുമാണ് നെഗോഷ്യബിൾ ബൈ ലോ ഓർ സ്റ്റാറ്റ്യൂട്ടിൽ ഉൾപ്പെടുത്താൻ സാധിക്കുക. രണ്ടാമത്തത് നോക്കാം. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് അതിന്റെ യൂസേജ് അനുസരിച്ചാണ്, അല്ലെങ്കിൽ അതിന്റെ കസ്റ്റം ഓഫ് ട്രേഡ്. അപ്പൊ കച്ചവടത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളമായി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റുകളാണ്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ബിൽസ്, ബാങ്ക് നോട്ട്സ്, ഷെയർ വാറന്റ്സ്, സർക്കുലർ നോട്ട്സ്, ബെയറർ ഡിബഞ്ചേഴ്സ്, ഡിവിഡൻഡ് വാറന്റ്സ്, ഷെയർ സർട്ടിഫിക്കറ്റ്സ് with blank transfer deeds etc. are treated as negotiable instruments by custom. In India, government promissory notes, bank drafts, pay orders, delivery orders, railway receipts for goods etc. are also held to be negotiable instruments by usage or custom. ഇന്ത്യയിൽ ഗവൺമെന്റ് പ്രോമിസറി നോട്ട്, ബാങ്ക് ഡ്രാഫ്റ്റുകൾ, പേ ഓർഡേഴ്സ്, അതുപോലെ തന്നെ റെയിൽവേ റെസീപ്റ്റ്സ് ഒക്കെ എന്താണ്, നെഗോഷ്യബിൾ ബൈ കസ്റ്റം അല്ലെങ്കിൽ യൂസേജ് ആണ്. ഈ ഒരു ചെറിയ സെക്ഷൻ ഇവിടെ തീരുകയാണ്. നമുക്കിനി ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റുകൾ ഏതൊക്കെയാണെന്ന് പിന്നീടുള്ള ക്ലാസ്സുകൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ മെയിൻ പോർഷൻസ്, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്നും പ്രോമിസറി നോട്ട് എന്താണെന്നും ചെക്ക് എന്താണെന്നും ഇതിന്റെ ടൈപ്സ്, ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പിന്നീടുള്ള അടുത്തുള്ള വീഡിയോകൾ നമ്മൾ പരിശോധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.